2020 ലോകകപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ അയർലൻഡ് ലോകകപ്പിലെ ആദ്യ വിജയം നേടിയപ്പോൾ കരുത്തരായ ഇംഗ്ലണ്ട് രണ്ടാം വിജയവും ദക്ഷിണാഫ്രിക്ക തുടർച്ചയായ മൂന്നാം വിജയവും നേടി. ലോകകപ്പിലെ ആദ്യ തോൽവി അറിഞ്ഞു ന്യൂസിലാൻഡ് ടീം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനായിരുന്നു കിവികളുടെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റ് നഷ്ടത്തിൽ 17-ാം ഓവറിൽ തന്നെ വിജയ റൺ അനായാസം മറികടന്നു. ലോകകപ്പിൽ തോൽവിയുടെ തിരിച്ചടിയിൽ നിന്നിരുന്ന ഇംഗ്ലണ്ട് ഇന്നലെ നടന്ന നിർണായക മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് വിജയവഴിയിൽ മടങ്ങിയെത്തി. ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ടിഷ് പടയെ 19-ാം ഓവറിൽ 152 റൺസിന് ഇംഗ്ലണ്ട് പുറത്താക്കി. മറുപടി ബാറ്റിങ്ങിൽ 10 പന്തുകൾ ബാക്കി വെച്ച് ഇംഗ്ലണ്ട് വിജയ റൺ മറികടന്നു. മറ്റൊരു മത്സരത്തിൽ ഒമാനെതിരെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തി അയർലൻഡ് ലോകകപ്പിലെ ആദ്യ വിജയം നേടി. റൺമഴ പെയ്തിറങ്ങിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 235 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാനെ 18-ാം ഓവറിൽ 139 റൺസിന് ഐറിഷ് പട പുറത്താക്കി. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ രാവിലെ 11 മണിക്ക് വെസ്റ്റ് ഇൻഡീസ് നേപ്പാളിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ USA നമീബിയയെ നേരിടും. ലോകകപ്പിലെ ഏറ്റവും വലിയ വമ്പൻ പോരാട്ടം നടക്കുന്നത് ഇന്ന് രാത്രി 7 മണിക്കാണ്. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെയാണ് നേരിടുന്നത്.